ഏറ്റവും അഭിനന്ദരെ, ഞായറാഴ്ചയായിരുന്നു ഗുരുദേവൻ്റെ ജയന്തി. 171ാമത്തെ ജയന്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം നൽകിയൊരു പ്രാർത്ഥനയാണ് ഈ ദേശത്തെ ഒരു പക്ഷേ ഏറ്റവും സെക്കുലറായൊരു പ്രാർത്ഥന. ദൈവദശകം എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അതിനകത്തൊരു കുഞ്ഞ് വരിയുണ്ട്: അന്നവസ്ത്രാദി മുട്ടാതെ ഞങ്ങൾക്കത് ഉറപ്പ് വരുത്തുന്ന നീയാണ് ഒരേ ഒരു തമ്പുരാൻ. എൻ്റെ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കിയാലേ ആ വരികളുടെ ഗ്രാവിറ്റി പിടുത്തം കിട്ടത്തുള്ളൂ. പഴയ കാലമാണ്, ആവശ്യത്തിലേറെ ദാരിദ്ര്യമുണ്ടായിരുന്നൊരു കാലമാണ്. പലപ്പോഴും കൂലിയെന്ന് പറയുന്നത് പണി ചെയ്യിപ്പിക്കുന്നവരുടെ ഔദാര്യത്തിൻ്റെ അടയാളം മാത്രമായിരുന്നു. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പണിക്കാരുടെ തർക്കം ഉണ്ടാവും. പൊതുവായ രീതി ഈ ശനിയാഴ്ച കൂലി കൊടുക്കുക എന്നുള്ളതാണ്. അവർ പറയും അടുത്ത ആഴ്ച കൂലി തരാം. വളരെ ലളിതമെന്ന് നമുക്ക് തോന്നാവുന്ന ഒരു കുഞ്ഞു വാക്കിന് മീതെ ഒരു സാധാരണ വീട് ഒരാഴ്ചത്തേക്ക് പട്ടിണി കിടക്കാൻ പോവുകയാണ്. അത്രയും ദാരിദ്ര്യമുണ്ടായിരുന്നു ഈ ദേശത്ത്, അത്രയും ധാർഷ്ട്യമുണ്ടായിരുന്നു ഈ ദേശത്തിൻ്റെ വരമ്പുകളിൽ. അക്കാലത്താണ് നല്ലതുപോലെ പട്ടിണി കിടന്നൊരു മനുഷ്യൻ. ഗുരുവിന് 2 ഘട്ടമുണ്ട്. ഒന്നാമത്തെ ഘട്ടം ഒരു ദേശത്തിൻ്റെ അധ്യാപകനായിരുന്നു, നാണുവാശൻ. 2ാം ഘട്ടത്തിൽ അലഞ്ഞൊരു കാലമുണ്ടായിരുന്നു. അലഞ്ഞത് കൂടുതലും കടപ്പുറത്തുകൂടിയായിരുന്നു. ആവശ്യത്തിലേറെ പട്ടിണി കിടന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥനയൊക്കെ രൂപപ്പെടുത്തുമ്പോൾ താൻ അനുഭവിച്ച പട്ടിണി, താൻ കണ്ട പട്ടിണി, തൻ്റെ ദേശം അഭിമുഖീകരിക്കാൻ പോകുന്ന പട്ടിണിയൊക്കെ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ അന്നവസ്ത്രം മുട്ടാതെ തരുന്ന നീ മാത്രമാണ് തമ്പുരാൻ. അത് വാസ്തവത്തിൽ ഈ ഭൂമിയിലെ പ്രഭുക്കന്മാരെ നിഷേധിക്കുകയാണ്. പ്രാർത്ഥനയിലേക്ക് ഒരു പൊളിറ്റിക്സ് വരികയാണ്. പ്രാർത്ഥന കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയമാണ്. കാരണം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ സോർട്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന വാക്കാണ് പ്രാർത്ഥന. അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. അങ്ങനെയാണ് ആ പ്രാർത്ഥന വരുന്നത്. നീ മാത്രമാണ് തമ്പുരാൻ, മറ്റൊരാളുമല്ല. സ്വന്തം ഇച്ഛകളുടെ മീതെയും സ്വന്തം പ്രിയങ്ങളുടെ മീതെയും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തെ പന്താടാനായിട്ട് മനുഷ്യർക്ക് അവകാശമില്ല. നീ തരുന്നു. നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2000 വർഷം മുമ്പ് ഇത് കണക്ക് തന്നെ കടപ്പുറത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ പേര് നസ്രത്തിൽ യേശു എന്നാണ്. അയാൾ പറഞ്ഞിട്ടുള്ള പട്ടിണിക്ക് കണക്കില്ല. എവിടെയെങ്കിലുമൊക്കെ പുതിയ നിയമത്തിൽ അപ്പോൾ എന്നൊരു വാക്ക് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അതിന് മുമ്പിലൊരു വരി ഉണ്ടാവും. അയാൾ കൃതജ്ഞതാപൂർവ്വം അപ്പം എടുത്തു. 13 ചെറുപ്പക്കാർ ഇങ്ങനെ കാര്യമായിട്ട് തൊഴിലൊന്നും ഏർപ്പെടുന്നില്ല. അവർ ജീവിച്ചിരുന്നത് ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും ദാരിദ്ര്യം പിടിച്ച നാടാണ് പാലസ്തീൻ. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഗാസയൊക്കെ ഉൾപ്പെടെയുള്ള ദേശമാണ്. ഇപ്പോൾ പോലും എങ്ങനെയാണ് നമുക്കറിയാം. വല്ലപ്പോഴും ഒരിത്തിരി ഭക്ഷണം കിട്ടും. പാവപ്പെട്ട മനുഷ്യരെ അവരെ കഠിനാധ്വാനത്തിൻ്റെ ഓഹരി ഇവർക്ക് വേണ്ടി മാറ്റിവെക്കും. അപ്പം എടുക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ കണ്ണ് നിറയും. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിയുന്ന പോലും അങ്ങനെയാണ്. പകൽ മുഴുവൻ കൂടെ നടന്നിട്ട് യേശുവാന്ന് അറിഞ്ഞില്ല. പിന്നെയോ സന്ധ്യയിൽ അപ്പം എടുത്തപ്പോൾ മനസ്സിലായി, ഇത്രയും കണ്ണീരോടുകൂടി, ഇത്രയും ഈർപ്പത്തോടുകൂടി, ഇത്രയും കൃതജ്ഞയോടുകൂടി അപ്പം എടുക്കാനായിട്ട് ലോകത്തിൽ ഒരൊറ്റാൾക്കേ പറ്റൂ, നസ്രത്തിൽ യേശുവിന്. ഇത് യേശുവാണ്. ഞാൻ അപ്പത്തെ, അതിൻ്റെ മൂല്യത്തെ, അതിൻ്റെ സാധ്യതയെ, അതിൻ്റെ നിലനിൽപ്പിനെ ഒക്കെ ധ്യാനിച്ച മനുഷ്യനാണ് ഈ ഗുരുക്കന്മാരെന്ന് പറയുന്നത്. അയാളും നമുക്കൊരു പ്രാർത്ഥന തന്നിട്ടുണ്ട്. അതിന് ലോകത്തിലെ ഇങ്ങനെ ഒരു അനവധിയായ പ്രാർത്ഥനകളിൽ വളരെ ചുരുക്കമുള്ള സെക്കുലർ പ്രേയേഴ്സിലൊന്നാണ്. അതിനകത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ഗിവ് us our ഡെയിലി ബ്രെഡ്. മറ്റൊന്നുമില്ല. അടിസ്ഥാന ആവശ്യങ്ങൾ നിങ്ങൾ കരുതുന്ന പാർപ്പിടം പോലും ഇല്ല. പക്ഷെ ഇതില്ലാതെ എങ്ങനെ മുമ്പോട്ട് പോകും? നമ്മൾ അത്തരം ഗുരുക്കന്മാരെയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഓർത്തിട്ട് ആ പ്രാർത്ഥിക്കുന്നത് ഇതിൻ്റെയൊക്കെ മീതെ നിയന്ത്രിക്കുന്നൊരു ചൈതന്യത്തോട് മാത്രമാണ്. ചെറിയ മനുഷ്യരിനകത്ത് ഇടപെടുന്നുണ്ട് ഞങ്ങളെ കണക്ക്. അവർക്ക്
ഒരു ഉപകരണത്തിൻ്റെ പോലും ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് വിശേഷിപ്പിക്കാൻ പോലും ധൈര്യമില്ല. ഇത് പണ്ടൊക്കെ നമ്മൾ പറയുന്ന കണക്ക് വാകീറിയ ദൈവം ഇര കൊടുക്കുന്നൊക്കെ ഉള്ള നമ്മുടെ ഒരു സങ്കല്പത്തിന് മീതെ ഉള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് അഞ്ചപ്പം എന്ന് പറയുന്നത്. കുറഞ്ഞത് 1000 പേര് ഇന്നുച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട് നമ്മുടെ പല അഞ്ചപ്പങ്ങളിൽ നിന്നായിട്ട്. തൃശ്ശൂരിലും ചങ്ങനാശ്ശേരിയിലും ഇവിടെ തന്നെ കോലഞ്ചേരി. ഇത് എണ്ണി പറയാൻ വേണ്ടി പറയുന്നതല്ല, ഇതെങ്ങനെ സാധ്യമാകുമെന്ന് പറയാൻ വേണ്ടിയാണ്. അതൊരു വലിയ ധൈര്യത്തിൻ്റെ പേരാണ്. അപ്പോൾ ഒരു സ്പിരിച്വാലിറ്റി, അതിൻ്റെ പൊളിറ്റിക്സിനെ കണ്ടെത്തുന്ന ഇടത്തിൻ്റെ പേരാണ് എന്താ അഞ്ചപ്പം. ഒരു പൊളിറ്റിക്സ് ഉണ്ട്. എൻ്റെ അപ്പം എന്നുള്ളത് എൻ്റെ ആവശ്യവും നിങ്ങളുടെ അപ്പത്തെക്കുറിച്ചുള്ള എൻ്റെ കൺസേൺ എന്ന് പറയുന്നത് വിളിക്കുന്ന വാക്ക് പൊളിറ്റിക്സ് എന്നാണ്. അപ്പം അതിന് ഒരു കുഞ്ഞാശയമായിരുന്നു. ആ കുഞ്ഞാശയത്തിന് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ മുള പൊട്ടുകയാണ്. ആരംഭത്തിൽ കുറച്ച് ചങ്ങാതിമാർ കൂടി ചേർന്നിട്ട്, വിശേഷിച്ച് ഒരാളുടെ അസാന്നിധ്യം ഇന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നത് ടീച്ചറാണ്. ഡിസ്റ്റ് ടീച്ചറായിരുന്നു ഇതിൻ്റെ ആരംഭം തൊട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യം. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു വ്യക്തി ടീച്ചർ തന്നെയാണ്. ടീച്ചർ ലവിൻ, അങ്ങനെയൊക്കെ കുറച്ച് പേര് കൂടെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ ബേബി സാം എന്ന് പറഞ്ഞ ഞങ്ങളുടെ ആത്മമിത്രത്തെ ഒരു പ്രത്യേക ഇടത്തിൽ വെച്ച ഒരു സാഹചര്യത്തിൽ കണ്ടുമുട്ടുന്നു. അയാൾക്കിങ്ങനെ കുറച്ചുകൂടി ഒരു വിഷണറിയാണ് അയാൾ. സങ്കല്പങ്ങളെ സങ്കല്പങ്ങളായിട്ട് വിടാതെ അതിനിങ്ങനെ കല്ലും മണ്ണും ഒക്കെ കെട്ടിപ്പൊക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അയാളുടെ ഒരു സാന്നിധ്യത്തിൽ ഇതിന് കുറച്ചുകൂടി ഒരു രൂപമുണ്ടായി. പിന്നെ ഇങ്ങനെ ഒരു 7 ഇടത്തെങ്കിലും ഇങ്ങനെ ഒരു ഭക്ഷണശാല ഉണ്ടായി. എന്താ ഇതിൻ്റെ USP? അനവധിയായ ഭക്ഷണശാലകളുള്ള ഈ നിരത്തിൽ ഈ ഭക്ഷണശാലയ്ക്ക് ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന USP എന്ന് പറയുന്ന റെവറൻസാണ്. അത് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അന്നവും അക്ഷരവും ആദരപൂർവ്വം. എന്നാണോ ആദരവ് ഇവിടെ കുറയുന്നത്, പിന്നെ ദിസ് ഇസ് ഗോയിങ് ടു ബി അറ്റ് അനദർ റെസ്റ്റോറൻറ്റ്. അതിനകത്തുനിന്ന് എന്തെങ്കിലും പ്രകാശമുള്ള ഞങ്ങൾ അതിനകത്ത് പിൻവാങ്ങുകയും ചെയ്യും. മറ്റൊരു റെസ്റ്റോറൻ്റ് അല്ല, അത് മനുഷ്യൻ റെസ്പെക്റ്റ് ചെയ്യുന്നൊരിടം. മനുഷ്യൻ കഴിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പിടുത്തം കിട്ടുന്ന ഇടം. റെസ്പോൺസിബിൾ റെസ്റ്റോറൻ്റ് എന്ന നിലയിലാണ് ഞാനതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. റെസ്പോൺസിബിൾ റെസ്റ്റോറൻറ്റ്. നമുക്ക് ഇത്തിരി ഒന്നൊക്കെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് പാർക്കുന്നവരുടെ വിശപ്പിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മഹാഭാരത കഥ അവസാനിക്കുകയാണ്. എല്ലാവരും കൂടി ഇങ്ങനെ മോക്ഷയാത്രയിലേക്ക് പോവുകയാണ്. 5 സഹോദരന്മാരുണ്ട്, ദ്രൗപദി ഉണ്ട്, പിന്നെ സദാ ഇവരോടൊപ്പം സഞ്ചരിച്ച നായയുണ്ട്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ വീഴുമ്പോഴും ഈ യുധിഷ്ഠിരൻ തിരിഞ്ഞു നോക്കുന്നില്ല. വീഴുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ വീണത്? നിങ്ങളതെടുത്തുനിന്ന് വായിക്കണം. 5 പേരും വീണതിൻ്റെ കാരണങ്ങളൊന്ന് പഠിക്കണം. അതിൽ തന്നെ ദീർഘമായിട്ടുള്ളൊരു ധ്യാനപ്രസംഗമാണ്. അതിലൂടെലേക്ക് ഞാൻ മുതിരുന്നില്ല, പക്ഷെ അത് വെറുതെ ഒന്ന് വായിച്ചോളൂ. അതിൽ ഭീമൻ വീഴുന്നുണ്ട്. അപ്പോൾ അയാൾ ചോദിക്കുന്നു, ചേട്ടാ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ വീണത്? എന്തുകൊണ്ട് എനിക്ക് മോക്ഷം കിട്ടാതെ പോകുന്നത്? അപ്പോൾ യുധിഷ്ഠിരൻ തൻ്റെ യാത്ര തെല്ലും അവസാനിപ്പിക്കാതെ മുമ്പോട്ട് നോക്കി നടക്കുകയാണ്. അതിനിടയിൽ അയാൾ പറയുന്നുണ്ട്, നീ കൂടുതൽ ഭക്ഷിച്ചു. അതുകൊണ്ടാണ് ഒരു മരപ്പണിക്കാരൻ ഇങ്ങനെ ഇരുന്ന് തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഇങ്ങനെ കട്ടമരത്തിലിരുന്ന്, ഇപ്പോൾ ഭക്ഷിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം. ഭക്ഷണം മോശമായതുകൊണ്ടാണോ? ഇപ്പം നമ്മൾ പറയുന്ന കുർബാന പോലും ഭക്ഷണമാണ്. ഭക്ഷണത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് തന്നെ ഓർക്കാനാണ് പറയുന്നത്. പക്ഷെ ഭക്ഷണത്തിനൊരു ധാർമ്മികതയുണ്ട്. മനുഷ്യർ വിശക്കുന്ന ഒരു ഭൂമിയിൽ നമ്മുടെ ഭക്ഷണശീലങ്ങൾ നീതീകരിക്കപ്പെടുന്നില്ല. ഒരാൾക്ക് ജീവിക്കാനായിട്ട് എന്തുമാത്രം കാര്യങ്ങൾ വേണം. അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ഒരു പ്രത്യേക ജീവിത രീതി കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വിശക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണ്. അറബികൾക്കിടയിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അറബി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അറിയാവുന്ന ആ ഒരു പോളിഷ്ഡ് റിഫൈൻഡ് അറബി എന്നല്ല, ഈ ബദൂസ് എന്ന് പറയും. അങ്ങനെ വളരെയേറെ മരുഭൂമികളിൽ മാത്രം ജീവിച്ചിരുന്ന അറബി. അവർക്കിടയിൽ ഒരു ചൊല്ലുണ്ട്, അപ്പം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും
അതിൻ്റെ പാതി അപർണാണ്. ഇവിടെ ഇരിക്കുന്ന ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണെന്ന് വിചാരിക്കുക, പ്രംസ്ഥാന കണക്കൊക്കെ. അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു ഒപ്പിന് ചിലപ്പോൾ ഒരു 50,000 രൂപയുടെ ഒരു ഇത് കിട്ടും. വേറൊരാൾ മൈക്കാട്ട് പണിയിൽ ഏർപ്പെടുകയാണ്, അയാൾക്ക് വൈകുന്നേരം കിട്ടുന്നത് 600 രൂപയാണ്. അയാൾ സഹായി മാത്രം, കൈസഹായി മാത്രമാണ്. ഈ പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ട് ആയാലും ഈ മൈക്കാട്ട് പണി ചെയ്യുന്ന ആളാണെങ്കിലും അയാളുടെ അപ്പത്തിൻ്റെ പാതി അപരന് വേണ്ടിയാണ്, ഇതിന് പറ്റാത്ത ആൾക്ക് വേണ്ടിയാണ്. അത്തരമൊരു സങ്കല്പത്തിൽ നിന്നാണ് ഈ റെസ്പോൺസിബിൾ റെസ്റ്റോറൻ്റ് ഉണ്ടാവുന്നത്.